ഫലമറിഞ്ഞതിന് പിന്നാലെ ചില സംഘർഷങ്ങൾ സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ പാറാട് വടിവാളുമായി CPM പ്രവർത്തകർ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വടിവാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ 7ഇടത്ത് LDF, 7ഇടത്ത് UDF എന്നുള്ളതാണ്. കോർപ്പറേഷനുകളിൽ ഒരിടത്ത് മാത്രമാണ് LDFന് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുകയാണ്. മറ്റു കോർപ്പറേഷനുകളിൽ UDFന്റെ വിജയമാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയ വിജയമായി തന്നെ, UDFന്റെ രാഷ്ട്രീയ വിജയമായി തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കരുതാവുന്നതാണ്. ഇതാണ് നേരത്തെ നൽകിയ റിപ്പോർട്ട്. കണ്ണൂർ പാറാടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വടിവാളുമായി CPM പ്രവർത്തകർ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു. വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. വടിവാളെടുത്ത് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇപ്പോൾ BJP മേൽക്കൈ നേടിയിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി LDFും UDFും തമ്മിൽ കൈകോർക്കുമോ? ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇപ്പോൾ മുനിസിപ്പാലിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ പാലക്കാടും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും, ഈ രണ്ട് നഗരസഭകളിലും BJPക്കാണ് മുൻതൂക്കം. പക്ഷേ കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അവിടെ LDFും UDFും കൈകോർക്കുവാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഇത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അടുത്തു പോയതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഒരു 2 മാസത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അവിശുദ്ധ മുന്നണികൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തൃപ്പൂണിത്തുറയിൽ 21 സീറ്റുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. LDFനാകട്ടെ 20 സീറ്റുകൾ, 12 സീറ്റുകളാണ് UDFന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 27 സീറ്റ്. പക്ഷെ അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഓരോ മുന്നണിയുമാണ് മത്സരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു മുന്നണി വിട്ടുനിന്നാൽ BJPക്ക് അധികാരത്തിലേക്ക് എത്താം. പക്ഷെ അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. അതെ, തിരുവനന്തപുരത്ത് നിന്നിട്ടുണ്ട്, പാലക്കാട് 2 സീറ്റ്. അതെ, പക്ഷെ അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ BJPക്ക് അവസരം കൊടുക്കുമോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, തിരുവനന്തപുരത്ത് തന്നെ ചില വാർഡുകളിൽ ചില